കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് അവിടെ തന്നെ ഉണ്ട്. പക്ഷേ തൽക്കാലം ജയിലിൽ പോകണ്ട എന്നാണ് ഉത്തരവ്. സാധാരണ കോടതികൾ കൊടുക്കുന്ന ഉത്തരവാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത്തവണ വീണ്ടും തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ മത്സരിക്കാൻ പറ്റുകയില്ല എന്നൊരു ബുദ്ധിമുട്ട് വന്നു. കാരണം ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഒരു തടസ്സമുണ്ട്, നിയമപരമായ തടസ്സമാണ്. അപ്പോൾ അതുള്ളതുകൊണ്ട് പുള്ളിക്ക് ഇത്തവണ തിരുവനന്തപുരം സെൻട്രൽ മത്സരിക്കാനോ വീണ്ടും ജയിച്ച് MLA ആകാനോ ഒരിക്കൽ കൂടി മന്ത്രിയായി നമ്മളെയൊക്കെ സേവിക്കാനുമുള്ള അവസരം നഷ്ടപ്പെടും. ഉടനെ പുള്ളി ഹൈക്കോടതിയിൽ ഒരു ഹർജിയുമായിട്ട് എത്തി. ഹൈക്കോടതിയിൽ എന്തെങ്കിലും ഉത്തരവ് കിട്ടും എന്ന് വിചാരിച്ചു. കേസിൻ്റെ ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി നടത്തിയ ചില പരാമർശങ്ങൾ കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു പാവ ആന്റണി രാജുവിന് നീതി കിട്ടും, അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുവദിക്കും, അദ്ദേഹത്തെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ആ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് അത് മരവിപ്പിക്കും എന്ന്. പക്ഷേ എന്തു ചെയ്യാം, ഈ ഹൈക്കോടതിയെക്കുറിച്ച് ആന്റണി രാജുവിന് വലിയ ധാരണയില്ല. ഹൈക്കോടതി ജഡ്ജി ഇദ്ദേഹത്തിൻ്റെ അപേക്ഷ നിർദാക്ഷിണ്യം തള്ളി. അപ്പോൾ അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണഭൂതനാണെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം ഒഴിച്ചിട്ടിരിക്കുകയാണ്. ആന്റണി രാജു ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവായിട്ട് വരും. അപ്പോൾ അദ്ദേഹത്തെ തന്നെ മത്സരിപ്പിക്കാം എന്ന് കരുതി.